ഇന്നത്തെ എൻ്റെ റെസിപ്പി 2 പേർക്ക് കുടിക്കാനുള്ള സിമ്പിളായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ജിഞ്ചർ പൈനാപ്പിൾ ഗ്രേപ്പ് പഞ്ചാണ്. നല്ല വേനൽ ചൂടിൽ നമുക്ക് തണുത്തത് കുടിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ശരീരത്തിലെ ജലാംശം നഷ്ടമാകാതെ വേനൽ ചൂടിൽ കുടിക്കാൻ നമുക്കൊരു ജിഞ്ചർ പൈനാപ്പിൾ ഗ്രേപ്പ് പഞ്ച് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ജിഞ്ചർ പൈനാപ്പിൾ ഗ്രേപ്പ് പഞ്ച് ഉണ്ടാക്കുന്നതിന് ഞാൻ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, സീഡ്ലെസ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയുടെ രുചി മുൻപിൽ നിൽക്കരുത്. ഇത് അരിഞ്ഞൊരു ടീസ്പൂൺ ഇഞ്ചി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സീഡ്ലെസ് ഗ്രേപ്പ് വേണം എടുക്കാൻ. നമ്മളില്ലെങ്കിൽ അടിക്കുമ്പം ഈ കുരുവും കൂടെ നല്ലതായിട്ട് അടിഞ്ഞു പോകും. അപ്പം സീഡ്ലെസ് ഗ്രേപ്പ് വേണം എടുക്കാനായിട്ട്. നമുക്ക് ഈ പൈനാപ്പിളും ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ആ പൈനാപ്പിൾ മുള്ളൊന്നും ഇരിക്കരുത്, ജ്യൂസ് കഴിക്കും. അതുകൊണ്ട് അതെല്ലാം നോക്കി നല്ലതുപോലെ അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് വേണം ചെറിയ പീസുകളാക്കാൻ. 1 ടീസ്പൂൺ ഇഞ്ചിയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ജാറിലേക്ക് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 2 പേർക്കുള്ള ജ്യൂസാണ് നമ്മൾ റെഡിയാക്കുന്നത്. നമുക്കിപ്പം നല്ല തണുത്ത വെള്ളം ഇത് നെകക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടുക. ഇനി നമുക്കിതടച്ച് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ജ്യൂസ് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. നല്ലപോലെ നമ്മളിത് അരിച്ചെടുത്തു. ഇതത് മുന്തിരിങ്ങയുടെ തൊലിയൊക്കെയാണ്, നമുക്ക് മാറ്റാം. ഈ ജ്യൂസ് നമുക്ക് ഈ ജാറിലേക്ക് ഒഴിക്കാം. കാരണം നമ്മൾ ഇനി ഇതിനകത്ത് സോഡയൊക്കെ ഒഴിക്കുന്നുണ്ട്. ഞാൻ ഈ ജ്യൂസ് അടിച്ചപ്പോൾ പഞ്ചസാര ചേർത്തില്ല. ആവശ്യമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഹെൽത്ത് വൈസായിട്ടാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിയത്. ഞാനിതിൽ പഞ്ചസാര ചേർത്തില്ല. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഹണി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടു പേർക്കുള്ള ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഹണിയും ചേർത്തത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ലൈമും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നോക്കിയാൽ പൈനാപ്പിളിൻ്റെയും ഗ്രേപ്പിൻ്റെയും കൂടെയുള്ള കളർ തന്നെ നല്ല ഭംഗിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സോഡയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ജിഞ്ചർ പൈനാപ്പിൾ ഗ്രേപ്പ് പഞ്ച് റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് ഗ്രേപ്പ് വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തും കൂടെ കൊടുക്കാം. ഈ ജ്യൂസിന് നല്ല തണുപ്പും ഇഞ്ചിയുടെ ടേസ്റ്റും പൈനാപ്പിളിൻ്റെയും ഗ്രേപ്പിൻ്റെ ടേസ്റ്റും ആവശ്യത്തിന് പുളിയും കൂടെ കൂടിയിട്ട് ഈ ജ്യൂസ് നല്ല അടിപൊളി രുചിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.